എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചെമ്മീൻ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് റോസ്റ്റ് ആക്കി എടുക്കുന്നത് നോക്കാം. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി സ്പെഷ്യലാക്കാൻ വേണ്ടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ 1/2 കിലോ കൊഞ്ച് അല്ലാന്നുണ്ടെങ്കിൽ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് 1/2 കിലോ. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഇതിലേക്ക് നല്ലൊരു ചെമ്മീൻ്റെ ആ സ്മെല്ലൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പം ചെമ്മീനിലേക്ക് ആ മുളക് പൊടിയും കുരുമുളകും ഒക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. അങ്ങനെ മാറ്റി വെക്കുകയെന്നുണ്ടെങ്കിൽ ചെമ്മീൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ കയറും. ഇനി ഒരുപാട് വലിയ ചെമ്മീനാണെന്നുണ്ടെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു പാനിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആ ചെമ്മീൻ ഇതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിവിടെ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ വേണമെന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തും എടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് 2 മിനിറ്റ് ഓരോ സൈഡും, അങ്ങനെ മൊത്തത്തിൽ 4 മിനിറ്റാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടത്. ചെമ്മീൻ വളരെ പെട്ടെന്ന് വേവുന്ന ഒന്നാണ്, അതുകൊണ്ട് വെറും 4 മിനിറ്റ് മതി ഇത് കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ചെമ്മീൻ ഇപ്പം മുഴുവനെ അങ്ങ് കുക്കായിട്ടില്ല, ബാക്കി ഇനി നമ്മൾ മസാലയിലിട്ടാണ് കുക്കാക്കുന്നത്. ഇനി അതേ പാത്രത്തിൽ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് എങ്ങനെയാണ് മസാല തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ ചെമ്മീൻ വറുത്ത എണ്ണയിൽ തന്നെ ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് 2 പച്ചമുളകും അതുപോലെ 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിലരിഞ്ഞത്. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളിയും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ആദ്യം തന്നെ ചെമ്മീൻ അങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെമ്മീനിലേക്ക് മസാലയൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മസാലപ്പൊടി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പീസ് കുടംപുളി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. കുടംപുളി ഇടുമ്പോൾ ഈ റോസ്റ്റിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഈ മസാല ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. മസാല ഒന്ന് അലിഞ്ഞ് ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കാം. അതിട്ടിട്ട് മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഒരുപാട് അങ്ങിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ കൊഞ്ച് ഹാർഡായി പോവും. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ചിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മളിതുവരെ ഇതിലേക്ക് മസാലപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല, ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകും ഈ സമയത്ത് ചേർക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ 3 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ റോസ്റ്റിന് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടത് ഒന്ന് റോസ്റ്റാക്കി എടുക്കുക. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ലാസ്റ്റ് ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കൊണ്ടുള്ള റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്